ഇവിടെ എല്ലാ ദിവസവും പത്രം തോന്നുന്നതിനാല് കൊലപാതകമാണല്ലോ ഫുള്ള്. ഏ എന്തുപറ്റി? എന്ത് പറ്റീന്നാ നോക്ക് നീ. ഒരു പാവപ്പെട്ടവനെ തല്ലിക്കൊന്ന് ചുമ്മാ പിടിച്ചു മാറ്റാനായിട്ട് പോയെന്ന് പറഞ്ഞാണ് റോട്ടിലിട്ട് രണ്ടെണ്ണം തല്ലിക്കൊന്ന്. പിന്നെ ദേ ഇപ്പറം ഒരു അമ്മന ഒരു മകൻ തല്ലിക്കൊന്ന്. എവിടെ നോക്കിയാൽ ഈ വാർത്തയാണ്. ആ അത് ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു. എന്ത് പറയാനാണ് ഓരോരോ. ഇതിനെല്ലാം കാരണമായി ദൈവത്തിനോടുള്ള ഇപ്പൊ വിശ്വാസം മനുഷ്യർക്ക് ഇപ്പൊ കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ ആർക്കും ഭക്തിയും വിശ്വാസവും ഇല്ലാണ്ടായി. ഇതൊക്കെയാണ് കാരണം. ശരിയാണ്. ഇവിടെ ഈ ഭക്തിയും പ്രാർത്ഥനയൊക്കെ ഒരു പരിധി വരെ ഒക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത സാധനം ദൈവത്തിന്റെ കൊല്ലുക നടക്കാറില്ലേ? എടാ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ ഒരിക്കലും തല്ലാനോ കൊല്ലാനോ പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യരെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. എന്റെ ദൈവം നിന്റെ ദൈവം എന്താണ് ദൈവം? എടാ എന്താണ് ദൈവം? എടാ ദൈവത്തിന് വിശ്വസിക്കാത്ത നിന്നോട് ദൈവത്തിനെ പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ പാവപ്പെട്ടവന് ആ പട്ടീനെ അങ്ങനെ തല്ലിക്കൊല്ലൂല, അതുപോലെ അവനെ തല്ലിക്കൊന്നു. അപ്പൊ നിന്റെ ദൈവം എവിടെയാ? ആ അമ്മേനെ തല്ലിക്കൊല്ലുമ്പോ നിന്റെ ദൈവം എവിടെയാണ്? എന്തിന്? ആ പിഞ്ചു കുഞ്ഞ് 1 വയസ്സ് പോലും ഇല്ലാത്ത കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊള്ളാം. അപ്പൊ നിന്റെ ദൈവം എവിടെയാണ്? വന്നാ വരൂല. മനസ്സിലായാ? അത് നീ മനസ്സിലാക്കാതെ. എടാ നീയും ഞാനും എങ്ങനെ ജീവിക്കണം, എപ്പ മരിക്കണം എന്നൊക്കെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ഓൾറെഡി. അതിനെല്ലാത്തിനും നമുക്ക് എല്ലാവർക്കും ഒരു തലവരയുണ്ട്. അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ നീ എന്താ പറയുക? ദൈവം സഹിക്കോ? സാഡിസ്റ്റാ? അയാൾക്ക് തോന്നുമ്പോ ജയിപ്പിക്കുക, തോന്നുമ്പോ കൊല്ലുക. ദൈവത്തിന്റെ പേരും പറഞ്ഞു ജാതി മതം വെച്ച ആൾക്കാരെ വേർതിരിച്ചാണ് മതി. അതിന്റെ പേരിലാണ് എനിക്കറിയാലോ. ഞാനിപ്പോ നീ നീ ഇതിങ്ങനെ വിചാരിക്കും. നീ നീ ഹിന്ദു ഫാമിലി ജനിച്ചു, എങ്ങനെയോ ഏതോ സാഹചര്യത്തിലില്ല അച്ഛനോട് തന്നെ നഷ്ടപ്പെട്ടു. എന്ത് എടുത്ത് വളർത്തുന്നത് ഒരു മുസ്ലിം ഫാമിലി. അപ്പൊ നീ ആരുടെ ഇന്ത്യയും കൊണ്ട് നമ്മൾ മുസ്ലിമായിരിക്കും ആയിട്ടാണ് അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കും.